സ്പൈസി പെർഫ്യൂമിൽ ഞാൻ ഈ അടുത്ത കാലത്ത് ട്രൈ ചെയ്ത ഏറ്റവും ബെസ്റ്റ് സ്പൈസി പെർഫ്യൂം എന്ന് വെച്ചാൽ ഇതാണ്. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബുൾഗാരി മാൻ ഇൻ ബ്ലാക്കും സ്പൈസ് ബോംബ് എക്സ്ട്രീം. കോസ്റ്റ്യൂം നാഷണൽ സോൾ പെർഫ്യൂം. നമ്മൾ ഈ ഒരു ഹൗസ് അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇതൊരു നീഷ് ഹൗസ് ആണ് കോസ്റ്റ്യൂം നാഷണൽ. അവരുടെ ഫേമസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് സോൾ പെർഫ്യൂം. ഈ പെർഫ്യൂം എന്തുകൊണ്ടാണ് ഞാനിത് കൊണ്ടുവന്നതിൻ്റെ കാരണം, നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ, മഴയും തണുപ്പും കാറ്റും, ടെമ്പറേച്ചർ ഇപ്പോൾ പലയിടത്തും 28 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ്, ചിലയിടത്തൊക്കെ 26, 25 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു നേരിയ മഴയും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷവും നല്ല തണുത്ത കാറ്റും അല്ലേ? ഈ ഒരു കാലാവസ്ഥയിൽ ഞാൻ അടിച്ചിട്ട് എനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയ ഒരു പെർഫ്യൂമാണ്. ആദ്യത്തെ ദിവസം തന്നെ 2 കോംപ്ലിമെന്റ് റാൻഡമായിട്ട് കിട്ടിയ ഒരു പെർഫ്യൂമാണ് സോൾ പെർഫ്യൂം. വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഈ ഒരു ബോട്ടിലിന്റെ ലുക്കും എനിക്ക് വാങ്ങണമെന്ന് പലപ്പോഴും ട്രിഗർ ചെയ്തിട്ടില്ല, വാങ്ങാൻ ഒരു കാരണം കിട്ടിയിട്ടില്ല. പക്ഷെ എൻ്റെ സെല്ലർ എന്നെ ഇൻസിസ്റ്റ് ചെയ്തു, നീ വാങ്ങ്, ഇത് വർക്കൗട്ട് ആവും, നിങ്ങളുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് വർക്കാവും, നീഷാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചോ, ബ്ലൈൻഡ് ബൈ ആണ്, സ്പൈസസ് ഇഷ്ടപ്പെടുന്നവർ വാങ്ങണം. ഓക്കെ ശരി, ഞാനൊരു ഗിവ് ട്രൈ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. സോ ഞാനൊരു ലാസ്റ്റ് വീക്ക് ഞാനിപ്പോൾ ഇത് ട്രൈ ചെയ്തു. അടിപൊളി പെർഫ്യൂം. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്വാളിറ്റി ഓഫ് മേക്കിംഗ്, അതായത് ആർട്ടിസാൻ വർക്ക് ചെയ്തിരിക്കുന്ന ജ്യൂസിൻ്റെ ഒരു ക്വാളിറ്റിയും ഓയിൽസും, അത് എടുത്തു പറയേണ്ട ക്വാളിറ്റി ഓയിൽസാണ് അവർ ചേർത്തിരിക്കുന്നത്. കയ്യിലിരിക്കുന്നത് ടെസ്റ്റർ ബാച്ചാണ്. ബാച്ച് കോഡും കാര്യങ്ങളും ലോട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പെർഫ്യൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ക്യാപ്പ് ഉണ്ടാവില്ല. ഇപ്പോൾ റീറ്റെയിൽ പാക്ക് വാങ്ങിയാലും ഇതിന് ക്യാപ്പ് ഇല്ലാത്തൊരു ലുക്കിലാണ് ഇത് വരുന്നത്. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് റീറ്റെയിൽ പാക്ക് വാങ്ങിയാലും കിട്ടുന്നത്. ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു അല്പം ഒരു വളവുള്ള ഒരു ബോട്ടിൽ ഡിസൈനാണ്. ഇവിടെ ട്രൈ മീ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം ഇത് ടെസ്റ്ററാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല ബോട്ടിൽ പറയാനൊന്നുമില്ല. ബോട്ടിലിൻ്റെ ജ്യൂസിൻ്റെ കളർ ആംബർ ടെക്സ്ചറുള്ള ഒരു ജ്യൂസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നോട്ട്സ് പ്രൊഫൈൽ പറയാം. സെൻറ്റ് പ്രൊഫൈൽ വാം സ്പൈസ്, ഊദ്, ആംബർ, അനിമലിക്, വാനില, ലെതർ, അരോമാറ്റിക്, ഫ്രഷ് സ്പൈസി, പച്ചൂളി, ബാൽസമിക്. ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഡൊമിനിക് റോപ്പിയോൺ എന്നുള്ള പെർഫ്യൂമറാണ്. അണ്ണൻ്റെ പെർഫ്യൂമറെ കുറിച്ച് അണ്ണൻ ചെയ്തിരിക്കുന്ന വർക്ക് എന്താണെന്ന് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. നല്ലൊരു പെർഫ്യൂമറാണ്. ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്ന കാർഡമം, പിങ്ക് പെപ്പർ, ബെർഗാമോ, മിഡിൽ നോട്ടിൽ അഗർവുഡ്, ബേസിക്കലി ഊദാണത്. പിന്നെ ലെതർ, ജറാനിയം, ബേസ് നോട്ടിൽ ആംബർ ഗ്രീസ്, വാനില, പച്ചൂളി. ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സ്പ്രെയർ. സിട്രസ് ആണ് മെയിൻ ഓപ്പണിംഗ് ആയിട്ട് വരുന്നത്. ഞാൻ പലപ്പോഴും ഈ കമ്പോളത്ത് ഇറച്ചി വാങ്ങാനും ഞായറാഴ്ച ഇറച്ചി വാങ്ങാനും അല്ലെങ്കിൽ വീട്ടിലെ പലവ്യഞ്ജനങ്ങൾ വാങ്ങാൻ വേണ്ടി കമ്പോളത്ത് പോകുന്നുണ്ട്. കമ്പോളത്ത് പോകുമ്പോൾ അറിയാലോ, ആ ഒരു ഹബ്ബ് മുഴുവനും പലതരത്തിലുള്ള സ്പൈസസ് ഉണ്ടാവും, പലതരത്തിലുള്ള ഷോപ്പുകളുണ്ടാവും. നാരങ്ങ വിൽക്കുന്ന ഷോപ്പ്, പിന്നെ പച്ചക്കറികൾക്ക്, മീനിൻ്റെ ഇത്, ഇറച്ചിക്ക്. അപ്പോൾ ഈ മസാലകൾ പലവ്യഞ്ജനങ്ങൾ വെക്കുന്ന ആ ഒരു ഷോപ്പിലോട്ട് പോകുമ്പോൾ മുൻഭാഗത്തായിട്ട് ചാക്കിൽ കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചുക്ക്, ഏലം, മഞ്ഞൾപ്പൊടി, അങ്ങനെ പലതരത്തിലുള്ള മസാലയുടെ ഒരു മണമായിരിക്കും. നമ്മൾ അതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു സ്പൈസസ് സ്മെല്ലായിരിക്കും, ഒരു ഗരം മസാലയുടെ മണം. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു നോട്ടാണ് ഈ ഗരം മസാലയുടെ ഒരു സ്പൈസി സ്മെല്ല്. ഇപ്പോൾ സ്പൈസി പെർഫ്യൂം എന്ന് പറഞ്ഞ് നമ്മൾ പല പെർഫ്യൂം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സ്പൈസിനെസ് പൂർണ്ണമായും ഒരു കമ്പോളത്ത് ചെന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന യഥാർത്ഥ സ്പൈസിനെസ് എന്താണെന്ന് അറിയണമെങ്കിൽ ഇതാണ് ആ പെർഫ്യൂം. ബുൾഗാരി മാൻ ഇൻ ബ്ലാക്ക് നല്ലൊരു സ്പൈസി പെർഫ്യൂമാണ്. പക്ഷെ അതിനേക്കാൾ ഒരുപടി മുകളിലാണ് കോസ്റ്റ്യൂം നാഷണൽ സോൾ പെർഫ്യൂം എന്ന പെർഫ്യൂമിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മളിത് ഇത് ഓയിൽ കണ്ടോ, നല്ല ഓയിലാണ്. ഇതൊന്ന് നമ്മൾ അടിച്ചിട്ട് ട്രൈ ചെയ്യാൻ കൊടുത്താൽ ഏത് കണ്ണുപൊട്ടനും പറയും ഇത് ഗരം മസാലയുടെ മണമാണ്, സ്പൈസി സ്മെല്ലാണ്. കറക്റ്റായിട്ട് ഇത് ചേർത്തിരിക്കുന്ന ഓരോ നോട്ട് നിങ്ങൾക്ക് പുസ്തകത്തിൽ എഴുതാൻ പറ്റും. ഇതിൽ ഏലക്കയുടെയും ഒരു പിങ്ക് പെപ്പറിന്റെയും പിന്നെ കുറേയേറെ ഞാൻ പറഞ്ഞില്ല ആ ഒരു സ്പൈസസിന്റെ സ്മെല്ലാണ്. നമുക്കിപ്പോൾ ഒരു ഗരം മസാലയുടെ മണം സ്മെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന മണങ്ങൾ മല്ലിപ്പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പിന്നെ കാശ്മീരി ചില്ലി, അതെല്ലാം ചേർന്ന് വരുന്ന ഒരു സ്പൈസി കോംബോ ആണ് ഈ ഒരു പെർഫ്യൂം. ഹൈ ക്വാളിറ്റിയാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്യണം. ഇത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾ എനിക്ക് വോയിസ് മെസ്സേജ് ഇടും, നിങ്ങൾ പറഞ്ഞത് എന്താണോ വീഡിയോയിൽ പറഞ്ഞത് എന്താണോ അതാണ് ഇതിന്റെ മണം. എക്സാക്ട് സെയിം സ്മെല്ല്, ഒരു ക്വാളിറ്റി വ്യത്യാസമില്ല. ഹൈ ക്വാളിറ്റി ജ്യൂസാണ്. പിന്നെ ഡ്രൈ ഡൗണിൽ വരുമ്പോൾ കിട്ടുന്നത് ടോങ്ക ബീൻ, പച്ചോളി, വാനില, ഇത് മൂന്നും ചേരുമ്പോൾ ഒരു ടെക്സ്ചറാണ് ഡ്രൈ ഡൗണിൽ കിട്ടുന്നത്. അവിടെയും നമുക്ക് അല്പം സ്പൈസിനെസ് ഉണ്ടാവും. ടോപ്പ് നോട്ടിൽ ആ ഒരു ബെർഗാമോറ നോട്ട് മാറിയതിനു ശേഷം വരുന്നതാണ് ഈ പറഞ്ഞ സ്പൈസിനെസ് ഒക്കെയും. ഡ്രൈ ഡൗണിൽ മാത്രം ആ ഒരു വാനില, ടോങ്ക ബീൻ, പച്ചോളി നോട്ടായിട്ട് മാറും. ഇനി ഇതിന്റെ ലോങ്ജിവിറ്റി, ഇത് സ്ട്രോങ് ആണ്, പവർഫുൾ ആണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. നിങ്ങൾ അടിച്ചിട്ട് പോയാലും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഉണ്ടാകും. അയാൾ വന്നപ്പോൾ ഉണ്ടായ മണത്തെക്കുറിച്ചും അതിന്റെ പെർഫോമൻസിനെ കുറിച്ചും മറ്റുള്ളവർ അത് പറയും. അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഈ ഒരു മാസക്കാലം മുഴുവൻ ഞാൻ കൊണ്ടുവന്ന പെർഫ്യൂമൊക്കെ നിങ്ങൾക്കറിയാം. ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും, എല്ലാം സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് വർക്കൗട്ട് ആവും. അങ്ങനെയുള്ള പെർഫ്യൂമേ ഞാൻ കൊണ്ടുവരാറുള്ളൂ. സത്യമായി പറയുന്നവനായി അതുപോലെ ഒരു പെർഫ്യൂമാണ്, ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പെർഫ്യൂം. ഞാനത് പലതവണ പറഞ്ഞു പോകും, ഹൈ ക്വാളിറ്റി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും, ഞാനത് പറയാം, നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം സിന്തറ്റിക് ഇല്ല, ലോങ്ജിവിറ്റി,
എത്ര നേരം നിൽക്കുമെന്ന് ചോദിച്ചാൽ ഒരു വസ്ത്രത്തിലാണെങ്കിൽ ഒരു 12 മണിക്കൂർ 14 മണിക്കൂറൊക്കെ നിൽക്കും. ആദ്യത്തെ ഒരു 3.5-4 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷനാണ്. ഒരു 8 സ്പ്രേ ധാരാളമാണ്. 8 സ്പ്രേ ഓവർ പവർ ആണെങ്കിലും ഞാൻ 8 സ്പ്രേ റെക്കമെൻഡ് ചെയ്യും. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നിങ്ങൾക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രി ഉപയോഗിക്കാം. വെയിലുള്ളപ്പോൾ ഉപയോഗിക്കരുത്. ഇതിന് തണുപ്പ് വേണം. ഈ ഒരു മഴ സീസൺ ആയതുകൊണ്ടാണ് ഞാൻ രാവിലെയും ഉച്ചയ്ക്കും പറഞ്ഞത്. രാത്രിയൊക്കെ നല്ല പെർഫോമൻസ് ആയിരിക്കും. ഒരുപാട് കോംപ്ലിമെന്റ് കിട്ടാനും സാധ്യതയുണ്ട്. ഇത് ആര് വാങ്ങണമെന്ന് ചോദിച്ചാൽ സ്പൈസി പെർഫ്യൂം, മാസ്കുലിൻ, ഒരു ജെയിംസ് ബോണ്ട് DNA, ഇപ്പോൾ ബ്ലാക്ക് അഫ്ഗാനോ, അമോഷ്, ഇന്റർലൂഡ്, ബുൾഗാരി മാനിൻ ബ്ലാക്ക്, സ്പൈസ് ബോംബ് എക്സ്ട്രീം, അതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ. നിങ്ങൾക്ക് ചിലർക്കൊരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ. നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്കൊരു ബഹുമാനം കിട്ടുന്ന ഒരു ക്യാരക്ടർ. അതുപോലുള്ള മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം കിട്ടുന്ന അല്ലെങ്കിൽ ബഹുമാനം ഏറ്റുവാങ്ങാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളാണെങ്കിൽ ചൈൽഡിഷ് അല്ലാത്തവർ, കുറെ കൂടി കാര്യങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നവർ, നല്ല തീരുമാനങ്ങൾ എടുക്കുന്നവർ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവർ, അതുപോലെ ബോൾഡ് ആയിട്ടുള്ളവർ വേണം ഈ പെർഫ്യൂം യൂസ് ചെയ്യാൻ. സ്പൈസി പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ. ഇനി പെർഫ്യൂം അല്ലെങ്കിൽ പെർഫ്യൂം കളക്ടേഴ്സ് ഈ പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് വാങ്ങുക. അതുപോലെ തന്നെ സ്പൈസി പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ വാങ്ങുക. കോംപ്ലിമെന്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ അടിച്ചിട്ട് പോകുമ്പോൾ ചോദിക്കണം, അല്ലെങ്കിൽ ആൾക്കാർ ഏത് പെർഫ്യൂമാണെന്ന് ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ വാങ്ങുക. പെർഫോമൻസ് ഇഷ്യൂ, അല്ലെങ്കിൽ എനിക്ക് പെർഫ്യൂം വാങ്ങിയിട്ട് പെർഫോമൻസ് കിട്ടുന്നില്ല എന്ന് പറയുന്നവർ ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ ബേസിക്കലി സ്പൈസി പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇത് ട്രൈ ചെയ്യണം. പിന്നെ ഒരു നീഷ് പെർഫ്യൂമാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും പെർഫോമൻസും നിങ്ങൾ പ്രതീക്ഷിക്കുക. ആ പ്രതീക്ഷയ്ക്കൊത്തുള്ള പെർഫോമൻസും ക്വാളിറ്റിയും ഒക്കെ ഉണ്ട്. അതാണ് ഈ ഒരു പെർഫ്യൂം. എൻ്റെ അഭിപ്രായത്തിൽ വർത്തായിട്ടുള്ള പെർഫ്യൂമാണ്, വർത്തായിട്ടുള്ള ജ്യൂസാണ്. നല്ലൊരു പെർഫ്യൂം, അതിലൊന്നും പറയാനില്ല. സ്പൈസി പെർഫ്യൂമിൽ ഞാൻ ഈ അടുത്ത കാലത്ത് ട്രൈ ചെയ്ത ഏറ്റവും ബെസ്റ്റ് സ്പൈസി പെർഫ്യൂം എന്ന് വെച്ചാൽ ഇതാണ്. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബുൾഗാരി മാനിൻ ബ്ലാക്കും സ്പൈസ് ബോംബ് എക്സ്ട്രീമും. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവുമല്ലോ. പെർഫ്യൂം എന്താണെന്ന് ജ്യൂസിൻ്റെ കളർ പറയും. ഇതിൻ്റെ വില വരുന്നത് 100 ml 7,000 രൂപയാണ് വില വരുന്നത്. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നീഷാണ്. നീഷ് പെർഫ്യൂമിൻ്റെ കാറ്റഗറി എടുക്കുമ്പോൾ മാൻസറ, മോണ്ടാലെ പോലെ കോസ്റ്റ്യൂം നാഷണൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നീഷാണ്. സാധാരണക്കാരനെ സംബന്ധിച്ച് 7,000 രൂപ എന്നുള്ളത് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. അത് എങ്കിലും പെർഫ്യൂമിൻ്റെ ആ ഒരു ലോകം എടുക്കുമ്പോൾ 7,000 രൂപ നീഷ് പെർഫ്യൂമിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുള്ള ക്വാളിറ്റി ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഈ പെർഫ്യൂം. സ്പൈസി പെർഫ്യൂം ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്.